ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റഡ്. സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 ക്രീമുകൾ പരിചയപ്പെടുത്താനാണ്. 3 നൈറ്റ് ക്രീം. കേട്ടോ, ക്രീം എന്ന് പറയുമ്പോൾ ആരും പേടിക്കണ്ട കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്രീമുകളാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഫസ്റ്റ് അതിന് വേണ്ടുന്ന മുഖ്യമായിട്ട് വേണ്ടുന്ന ഒരു സംഗതിയാണ് അലോവേര ജെൽ കേട്ടോ. ഈ അലോവേര ജെല്ല് 1 ടീസ്പൂൺ അലോവേര ജെല്ലിൽ 1 ടീസ്പൂൺ, അതുപോലെ തന്നെ രണ്ടും ഒരേ അളവിലാണ് മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടി ഏറ്റവും ബെറ്റർ കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മുഖത്ത് ഇടുക രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത്. മഞ്ഞൾ പറ്റാത്തവർ ഇത് ഉപയോഗിക്കണ്ടേ. അത് നന്നായി മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ല ഗോൾഡൻ കളറിലാണ് വരിക കേട്ടോ ആ ക്രീം. എന്നിട്ട് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് പുരട്ടിയിട്ട് ഉറങ്ങിയാൽ മതി. അത് സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ നമ്മുടെ മുഖത്ത് വരുന്ന ഇതെല്ലാം ഇല്ല, മുഖക്കുരു വന്ന പാടുകളെല്ലാം ഉണ്ടാവില്ല കറുപ്പ്, അതൊക്കെ മാറാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സംഗതി കേട്ടോ. അതുപോലെ രണ്ടാമത്തത് പിഗ്മെൻറ്റേഷൻ മാറാനുള്ളതാണ്. പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് ഈ അലോവേര ജെൽ 1 ടീസ്പൂൺ അലോവേര ജെൽ എടുത്തിട്ട് അതുപോലെ തന്നെ 1 ടീസ്പൂൺ റോ ആയിട്ടുള്ള തേനാണ് എടുക്കേണ്ടത്. അതും കൂടി രണ്ടും കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് അത് രാത്രി ഉറങ്ങുന്ന സമയത്ത് പുരട്ടേണ്ട. ഒരു സന്ധ്യ സമയത്ത് പുരട്ടിയിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയം കഴുകി കളഞ്ഞാൽ മതി. രാത്രി തേനെല്ലാം അതിലുള്ള സംഗതിയാണല്ലോ, അപ്പോൾ മുഖത്ത് ചിലപ്പോൾ ഉറുമ്പെല്ലാം വന്ന് കടിക്കാനോ അതിനെല്ലാം സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി അത് ചെയ്യണ്ട. ഈ സന്ധ്യ സമയത്ത് ഇത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് കഴുകി കളയുന്നതായിരിക്കും ബെറ്റർ. പിന്നെ മൂന്നാമത്തത് ഈ റോസ് പെറ്റൽ പൗഡർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ, റോസ് പൂവിൻ്റെ പൗഡർ. അത് ഈ അലോവേര 1 ടീസ്പൂൺ അലോവേര ജെല്ലിൽ റോസ് പെറ്റൽസ് പൗഡർ കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് പുരട്ടുക. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഗതി കേട്ടോ. ഈ റോസ് പെറ്റൽസിൻ്റെത് എന്താ വെച്ചാൽ നല്ല സ്കിൻ ബ്രൈറ്റനിങ്ങിനും എന്താ പറയണ്ടേ, സ്കിന്നിൻ്റെ മോയ്സ്ചറായിട്ട് നിൽക്കാനും സ്കിന്നിലുള്ള ചുളിവുകൾ എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും ബെറ്ററാണ്. എല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം കേട്ടോ.